എല്ലാവർക്കും നമസ്കാരം. എജൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സെറ്റ് 1 ആണ്. സെറ്റ് 1ലെ ഫസ്റ്റ് പാർട്ടാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് സെർച്ച് എൻജിൻസ് ഓൺ ദി ഇൻ്റർനെറ്റ്? സെർച്ച് എൻജിൻ നമുക്ക് എന്താണെന്നുള്ളത് അറിയാം അല്ലേ? അതിൻ്റെ പ്രൈമറി റോളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾ 1 മാർക്ക് എന്ന് വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. പരീക്ഷയ്ക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ബേസിക് ഐഡിയ, 1 മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 2, 4, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെർച്ച് എൻജിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് അല്ലേ? എന്താണ് നമ്മൾ എന്തിനാണ് സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്നത്. അത് അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി അല്ലേ? സെർച്ച് എൻജിൻസ് help people find information online by using automated programs to explore and index websites അല്ലേ? നമുക്ക് ആൻസേഴ്സ്, ഇൻഫർമേഷൻസ് കണ്ടെത്താനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാം. ഓക്കെ ആയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം 1 പോപ്പുലർ അക്കാഡമിക് സെർച്ച് എൻജിൻ. നമ്മൾ സെർച്ച് എൻജിൻ എന്താണെന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഉത്തരങ്ങൾ തിരയാനും ഉത്തരങ്ങൾ കണ്ടെത്താനുമാണ് സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഗൂഗിൾ പോലെയുള്ള അല്ലെങ്കിൽ യാഹു പോലെയുള്ള അല്ലെങ്കിൽ ബിങ് പോലെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോപ്പുലർ അക്കാഡമിക് സെർച്ച് എൻജിൻ എന്താണെന്നുള്ളതാണ്. സെർച്ച് എൻജിൻ ഇന്ന് പല ടൈപ്പ് നമ്മൾ പറഞ്ഞു. അതിൽ അക്കാഡമിക് സെർച്ച് എൻജിൻ, അതായത് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഗവേഷണങ്ങൾക്കോ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സെർച്ച് എൻജിൻ്റെ പേര് മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒന്ന്, ഗൂഗിൾ സ്കോളർ. ഗൂഗിളിൻ്റെ ഗൂഗിൾ സ്കോളർ അല്ലേ? ലോഗോ നോക്കുക. ഗൂഗിൾ സ്കോളറാണ് ഒന്നാമത്തെ സെർച്ച് എൻജിൻ എന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഗൂഗിൾ സ്കോളർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് എക്സാമ്പിളും എഴുതാം. പബ്മെഡ് അല്ലേ? പബ്മെഡ് മറ്റൊരു പ്ലാറ്റ്ഫോമാണ്, അക്കാഡമിക് സെർച്ച് എൻജിനാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് എഴുതിയാൽ മതി. ഇനിയുണ്ട് സയൻസ് ഡയറക്റ്റ്, IEEE എക്സ്പ്ലോർ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം, സ്കോപ്പസ് ആവട്ടെ, ജേസ്റ്റർ ആവട്ടെ, ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതിൽ ഒന്ന് മാത്രം നിങ്ങൾ 1-2 പഠിച്ചു വെക്കുക. അത് നിങ്ങൾ എക്സാമിന് എഴുതുക. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ വെബ് ക്രൗളർ ഡു? വെബ് ക്രൗളർ നമുക്ക് എന്താണെന്നുള്ള അറിയാം. എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ള. വെബ് ക്രൗളർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വെബ് സ്പൈഡർ എന്ന് വിളിക്കാറുണ്ട്. ഇതെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി എന്താണ് വെബ് ക്രൗളർ ചെയ്യുന്നത്? അതായത് നമ്മൾ പുതിയ വെബ്സൈറ്റുകളൊക്കെ വരുമ്പോൾ ഈ പുതിയ വെബ്സൈറ്റ് കണ്ടെത്തിയിട്ട് പ്രത്യേക സ്ഥലത്ത് ഒരു ഡാറ്റാബേസിലോ മറ്റോ ഇത് സൂക്ഷിക്കും. വെബ് ക്രൗളർ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ചാൽ എന്താ ബെനിഫിറ്റ് വരുന്നത്? നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതാണ് വെബ് ക്രൗളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ലൈബ്രറിയിൽ ഒരുപാട് പുതിയ പുസ്തകങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പുതിയ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ അത് ഇൻഡെക്സിങ് ചെയ്യും. അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതൊക്കെ കീവേഡ് വെച്ചിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തൊരു സ്ഥലത്ത് സൂക്ഷിക്കും. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വെബ് ക്രൗളർ എന്താ ചെയ്യുന്നത്? അവർ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻഡെക്സ് ചെയ്ത് സൂക്ഷിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ടു എനേബിൾ ക്വിക്ക് സെർച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി ഈ വെബ് ക്രൗളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അതാണ് ഈ വെബ് ക്രൗളേഴ്സ് ചെയ്യുന്നത് കേട്ടോ. വെബ് സ്പൈഡേഴ്സ് ഒന്നും പറയും കേട്ടോ. രണ്ടും എക്സാമിന് ചോദിക്കാം. ഈ പിന്നെ ഒന്നുപാടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനും ചൂസ് ചെയ്യാം. രണ്ടുപാടെ എഴുതണമെന്നില്ല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. വെബ് ക്രൗളർ ഈസ് ആൻ ഓട്ടോമാറ്റഡ് പ്രോഗ്രാം ദാറ്റ് സ്കാൻസ് ദ ഇൻ്റർനെറ്റ് ടു ഡിസ്കവർ, റീഡ് ആൻഡ് ഇൻഡെക്സ് വെബ് പേജസ് ഫോർ സെർച്ച് എൻജിൻസ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് നേരത്തെ ഇവർ
ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കീവേഡ്സും മറ്റൊക്കെ വെച്ചിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അതാണ് വെബ് ക്രോളേഴ്സിൻ്റെ ഡ്യൂട്ടി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഡസ് ശോധഗംഗ പ്രൈമറിലി ഹോസ്റ്റ്? ശോധഗംഗ അല്ലേ, നിങ്ങൾ ലോഗോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശോധഗംഗ എന്ന് പറയുന്നത് എന്താണ് സംഭവം? അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇന്ത്യയിലുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട തിസീസുകൾ, ഡെസേർട്ടേഷൻസ് ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു റെപ്പോസിറ്ററി, ഒരു സംഭരണി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കേന്ദ്രമാണ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ശോധഗംഗ. അപ്പോൾ ശോധഗംഗയിൽ എന്ത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉള്ളത്? ഇലക്ട്രോണിക് തിസീസ് ആൻഡ് ഡെസേർട്ടേഷൻസ്. ഇലക്ട്രോണിക് മീൻസ് പ്രിൻറ്റഡ് കോപ്പി അല്ല, സോഫ്റ്റ് കോപ്പി അല്ലേ, അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി, PDF മറ്റോ ആയിട്ടുള്ള ഡിജിറ്റൽ കോപ്പി, അതാണ് ഇലക്ട്രോണിക് തിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തിസീസിൻ്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിസീസുകളും ഡെസേർട്ടേഷൻസും ഒക്കെ അതിൻ്റെ ഒരു ശേഖരണമാണ് എവിടെയുള്ളത്? ശോധഗംഗ എന്നുള്ള പ്ലാറ്റ്ഫോമിലുള്ളത്. ഓക്കെ ആയല്ലോ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പ്ലാറ്റ്ഫോം ഈസ് നോൺ ഫോർ ഇറ്റ്സ് വാസ്റ്റ് കളക്ഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ? പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യയിലാണ് കേട്ടോ. പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം, ആർട്ടിക്കിൾസ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഓഡിയോ ആവട്ടെ, വീഡിയോ ആവട്ടെ, അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്ന ഒരു ഇനീഷ്യേറ്റീവ്, ഒരു പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? NDLI അല്ലേ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. IIT ഖരഗ്പൂറിൻ്റെ അണ്ടറിലാണ് നിലവിൽ അത് റൺ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ NDLI നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനത്തെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓക്കെ ആയല്ലോ? നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി കൂട്ടത്തിൽ പറയാനുള്ളത് എജൂമി പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലരും എജൂമിയുടെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്. യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് ലൈവും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എജൂമിയുടെ ഫുൾ ടൈം ക്ലാസ്സുകളും മെൻറ്റർഷിപ്പും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9048220785. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലാസ് ആണോ വേണ്ടത്? ക്ലാസ് ഉണ്ട്. മെൻറ്റർഷിപ്പോട് കൂടിയ ക്ലാസ് ഉണ്ടെങ്കിൽ അതുണ്ട്. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അത് അവൈലബിൾ ആണ്. ഒപ്പം ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സാമിൻ്റെ തലേന്നും മറ്റൊക്കെ നോക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ, ഒപ്പം സിംപ്ലിഫൈഡ് നോട്ടുകൾ. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും മറ്റൊക്കെ കാണുന്ന ഹാർഡായിട്ടുള്ള കട്ടിയായിട്ടുള്ള വേർഡുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക് പോലെ പ്രിൻറ്റഡ് മെറ്റീരിയൽസൊക്കെ ഇതിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. PPTകളും ഇതേപോലെയുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസും അവൈലബിൾ ആണ്. മലയാളത്തിലും ഇംഗ്ലീഷും നോട്ടുകളൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എജൂമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ്, നിങ്ങൾക്ക് സ്റ്റോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അസൈൻമെൻ്റ് ആണ് അസൈൻമെൻറ്റ്, ഷോർട്ട് നോട്ടുകളാണ് ഷോർട്ട് നോട്ടുകൾ, വിവിധ സബ്ജക്റ്റുകളുടെയും ഓരോ സെമസ്റ്ററുകളുടെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ 9048220785 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ? ഹയർ എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം അല്ലേ. അതിൽ എന്താണ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ? റിസർച്ച് ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പഠനം, ഗവേഷണം, ആ രീതിയിലാണ് പോവുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക, റിസർച്ച് ചെയ്യുക, നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ്, എഴുത്ത്, പ്രബന്ധങ്ങൾ എഴുതുക, ലേഖനങ്ങൾ എഴുതുക, അത് ഇമ്പ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും പ്ലാഗറിസം ചെക്ക് ചെയ്യുക അല്ലേ. പ്ലാഗറിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ള ലേഖനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോപ്പി ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനാണ് പ്ലാഗറിസം അല്ലേ. അങ്ങനെ കോപ്പി ഇഷ്യൂസ് വരുന്നതാണ് പ്ലാഗറിസം. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റും മറ്റുള്ളവരുടെ കണ്ടൻറ്റും മാച്ച് ആവുന്നുണ്ടോ, അത് കോപ്പിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷനിലെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ എഴുത്തിനെ സഹായിക്കുക, പ്ലാഗറിസം ചെക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷനിൽ സോഫ്റ്റ്വെയർസ് ചെയ്യുന്നത് എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടേണിറ്റിൻ സോഫ്റ്റ്വെയർ? ടേണിറ്റിൻ നമ്മളറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാഗറിസം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് ടേണിറ്റിൻ. പല സോഫ്റ്റ്വെയർസും ഉണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടേണിറ്റിൻ അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? പ്ലാഗരിസം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും കണ്ടൻറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും. ഇതിൽ നമ്മളൊരു ലേഖനം എഴുതി ആ ലേഖനം നമ്മൾ ടേണിറ്റിൻ എന്നുള്ള സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണിക്കും ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു വാക്ക്, ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ് വേറെ എവിടെയെങ്കിലും നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇൻ്റർനെറ്റിലോ മറ്റുള്ള ഏതെങ്കിലും ലേഖനങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ അത് റീഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കണ്ടെത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് ടേണിറ്റിൻ. മനസ്സിലായല്ലോ, അതാണ് ടേണിറ്റിൻ. ഇറ്റ് ചെക്സ് അക്കാഡമിക് വർക്ക് ഫോർ പ്ലാഗരിസം, എൻഷുവേഴ്സ് ഒറിജിനാലിറ്റി. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളതൊക്കെ അത് പറഞ്ഞുതരും. മാത്രമല്ല അത് ഡീറ്റെയിൽ റിപ്പോർട്ട് തരും. നമ്മൾ കണ്ടൻറ്റ് ഒറിജിനലാണോ, എവിടെയൊക്കെയാണ് കോപ്പി റൈറ്റ് ഉള്ളത്, എവിടെയൊക്കെയാണ് കോപ്പി ഉള്ളത്, ഇന്ന വെബ്സൈറ്റിൽ ഇന്ന ഭാഗത്ത് നിങ്ങളുടെ കണ്ടൻറ്റ് ഇതേപോലെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് മാറ്റണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതാണ് ടേണിറ്റിനും അതേപോലെയുള്ള മറ്റു പ്ലാഗരിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ പ്രത്യേകത. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LMSുമായിട്ട് ബന്ധപ്പെട്ട് LMSൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായല്ലോ, ഇതാണ് ടേണിറ്റിൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടൻറ്റുകൾ വ്യാജമാണോ യഥാർത്ഥമാണോ, നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണോ ഒറിജിനലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് തരും. ഓക്കെ ആയല്ലോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് LMS സ്റ്റാൻഡ്സ് ഫോർ? LMS നമുക്കറിയാം എന്തായിരുന്നു? ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിലും മറ്റൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മോഡൽ ഓഫേഴ്സ് ബേസിക് LMS ഫീച്ചേഴ്സ് ഫോർ ഫ്രീ ആൻഡ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഫോർ ഫീ? രണ്ടും ഫ്രീ അല്ല, ഒന്ന് ഫ്രീ മറ്റൊന്ന് ഫീ. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബേസിക് ഫീച്ചേഴ്സ് സൗജന്യമായിട്ടും അഡ്വാൻസ് ഫീച്ചേഴ്സ് ക്യാഷിനും നൽകുന്ന മോഡൽ ഏതാണ്? LMSൻ്റെ മോഡൽ ഏതാണ്? നമ്മൾ ഒരുപാട് മോഡൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. LMSന് ഒരുപാട് മോഡൽസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫ്രീമിയം മോഡൽ പഠിച്ചിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ മോഡൽ പഠിച്ചിട്ടുണ്ട്, ഓപ്പൺ സോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഏത് മോഡലാണ് പിന്നെ ഫ്രീ ആയിട്ടുള്ളതും അഡ്വാൻസിൽ ഫീ ചോദിക്കുന്നതുമായിട്ടുള്ള മോഡൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ക്ലൂ ഉണ്ട്. ഏതായിരുന്നു? ഫ്രീമിയം മോഡൽ. ഫ്രീമിയം മോഡലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻസർ അല്ലേ. വേറെ ഒരുപാട് മോഡലിൻ്റെ ഏതൊക്കെയായിരുന്നു? സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്, ലൈസൻസിങ് മോഡലുണ്ട്, ഓപ്പൺ സോഴ്സ് മോഡലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രീമിയം മോഡലാണ്. ക്ലിയർ ആയല്ലോ. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കോം ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് LMS? LMSൻ്റെ കോണ്ടെക്സ്റ്റിൽ സ്കോം എന്നുള്ള ടേം എന്താണെന്നുള്ളതാണ്. എന്തായിരുന്നു സ്കോം എന്ന് പറയുന്നത്? ഷെയറബിൾ കണ്ടൻറ്റ് ഒബ്ജക്റ്റ് റെഫറൻസ് മോഡൽ. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റീക്യാപ്പ് എന്നുള്ള സ്ഥലത്തും ഈ ഒരു സ്കോം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ സ്കോം എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റാൻഡേർഡൈസേഷൻ മോഡലാണ്. അതായത് LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല സോഫ്റ്റ്വെയർസും പല രീതിയിൽ ഉപയോഗിക്കും അല്ലേ. ചില കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും, ഇവിടുന്ന് ചിലപ്പോൾ പ്രിൻ്റ് എടുക്കാനുണ്ടാവും, അങ്ങനെ ചിലപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാനുണ്ടാവും. പല ടൈപ്പ് ഓഫ് LMSകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പല ടൈപ്പ് ഓഫ് LMS ഉണ്ടാകുമ്പോൾ ഒരേ ഡോക്യുമെൻറ്റ് പല സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴും പല സ്ഥലത്ത് മാനേജ് ചെയ്യുമ്പോഴൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല, കോമ്പാറ്റബിൾ ആവണം. അപ്പോൾ അങ്ങനെ ഫയൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരാതിരിക്കാനാണ് ഈ ഒരു സ്കോം എന്നുള്ളൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഒരു റൂളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ പല ടൈപ്പ് ചാർജേഴ്സ് ഉണ്ടാവും. അപ്പോൾ സി ടൈപ്പ് ചാർജർ ഉണ്ടെങ്കിൽ ആ സി ടൈപ്പ് ഒരു കോമൺ പ്രോട്ടോക്കോളാണ് അല്ലേ. അപ്പോൾ സി ടൈപ്പ് ചാർജർ സപ്പോർട്ടാവുന്ന ഏത് ഫോണിലും ആ ചാർജർ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലാണ്ടല്ലോ. അപ്പോൾ അതൊരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു കമ്പനിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതില്ല. അതേപോലെ തന്നെ സ്കോം എന്നുള്ളൊരു പ്രോട്ടോക്കോൾ, ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഒരു മോഡലുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന LMS ആണെങ്കിൽ അതിലുള്ള ഫയലുകളും മറ്റൊക്കെ നമുക്ക് മറ്റുള്ള LMSലൊക്കെ സപ്പോർട്ടാവാൻ ഈസി ആയിരിക്കും. മനസ്സിലായല്ലോ. അതാണ് ഷെയറബിൾ കണ്ടൻറ്റ് ഒബ്ജക്റ്റ് റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ സിംഗിൾ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡസ് ദി അക്രോണിം മൂക്ക് സ്റ്റാൻഡ് ഫോർ? അല്ലേ, മൂക്ക് എന്താ നമുക്കറിയാം. എന്തായിരുന്നു മൂക്ക്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് അല്ലേ. ഓൺലൈൻ കോഴ്സാണ്. അതിൻ്റെ കളക്ഷൻസ് പല ടൈപ്പ് മൂക്ക് കോഴ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡീറ്റെയിൽഡ് മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന്
അത് ഷുവറാണ്. 1 മാർക്കോ 2 മാർക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈപ്പൊക്കെ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് മൂക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മൂക്കിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇൻ വാട്ട് ഇയർ വാസ് എഡെക്സ് ഫൗണ്ടഡ്? അല്ലേ, എഡെക്സ് നമുക്കറിയാം ഒരു മൂക്ക് പ്ലാറ്റ്ഫോമാണ് എഡെക്സ്. പല പ്ലാറ്റ്ഫോം ഉണ്ട്. എഡെക്സ് എന്നാണ് ഫൗണ്ട് ചെയ്തതെന്നുള്ളതാണ് ഒരു ഹിസ്റ്ററി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലേ, 2012 എഡെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ MITയും ചേർന്നിട്ടാണ് എഡെക്സ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ മോഡ് ഓഫ് ഡെലിവറി ഫോർ മൂക്സ്? മൂക്കിൻ്റെ മാസീവ് ഓൺലൈൻ കോഴ്സിൻ്റെ മെയിൻ ഡെലിവറി മോഡ് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്തായിരുന്നു? ഓൺലൈനാണ്. മൂക്കെന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. അല്ലേ, ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ പ്രധാനമായിട്ടും മൂക്കിൻ്റെ ഡെലിവറി എങ്ങനെയായിരിക്കും? അത് ഓൺലൈൻ തന്നെ ആയിരിക്കും. മനസ്സിലാണ്ടല്ലോ. അപ്പോൾ അതായത് നമ്മൾ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതും ക്ലാസ് കേൾക്കുന്നതും മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്നതും അസൈൻമെൻറ്റ് ചെയ്യുന്നതും ഒക്കെ എന്തായിരിക്കും? ഓൺലൈനിലൂടെ ആയിരിക്കും. അപ്പോൾ മൂക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെലിവറി മോഡ് എന്താണ്? ഓൺലൈനാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ. ഇനി 14ാമത്തെ ചോദ്യം, നെയിം 1 മേജർ അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ ലേണിംഗ് റിലേറ്റഡ് ടു കോസ്റ്റ്. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള പല ടൈപ്പ് അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് ചോദിച്ചുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുള്ളൂ, ഒന്ന് മാത്രം എഴുതിയാൽ മതിയോ? ലോവർ ട്യൂഷൻ ഫീസിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്രം ട്യൂഷൻ ഫീസ് കുറവായിരിക്കും. ഓൺലൈനാണ്, ഒരുപാട് എക്സ്പെൻസുകൾ കുറവായതുകൊണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കേണ്ട കോഴ്സുകൾക്ക് ചിലപ്പോൾ ആയിരങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റും. ചിലത് ഫ്രീ ആയിരിക്കും അല്ലേ, ചിലത് തുച്ഛമായ ഫീസിൽ മെച്ചമായ സേവനം. ഇപ്പോൾ എജൂമിയുടെ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ്, തുച്ഛമായ ഫീസുള്ളൂ, മെച്ചമായ സേവനമാണ് അല്ലേ. അപ്പോൾ ചില കോഴ്സുകളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അതാണ് ഓൺലൈൻ കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ലോവർ ട്യൂഷൻ ഫീസ് ഉള്ളതുണ്ടാവും, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളുണ്ടാവും. മറ്റുള്ളതോ പിന്നെ ട്രാവൽ, അക്കോമഡേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പെൻസ് ഇല്ല. പോയി പഠിക്കേണ്ട ആവശ്യമില്ല, അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടതില്ല, പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എജുമിൽ പ്രിൻ്റ് ചെയ്യേണ്ട മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് നിർബന്ധമില്ല, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകത. ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്നാണ്, റെഡ്യൂസസ് ക്യാമ്പസ് എനർജി യൂസ്. അല്ലേ, ക്യാമ്പസിൽ പോയി പഠിക്കുമ്പോൾ അവിടെ ഫാൻ ഇടണം, അവിടെ ലൈറ്റ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്, അതിൻ്റെ കൺസപ്ഷൻസ്, കറണ്ടും ബില്ല്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്ന് ചോദിച്ചാൽ ഒന്ന് എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ അത് തൃപ്തിയായി 1, 2, 3 എഴുതാം. ഓക്കെ, സമയം വെറുതെ മിസ്സാക്കരുത് എന്നർത്ഥം എക്സാമിന്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു സെറ്റ് 1-ലെ 1 മാർക്ക് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടെക്നോളജിക്കൽ ഫീച്ചർ അഡ്ജസ്റ്റ് കോഴ്സ് കണ്ടന്റ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇൻ ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏതായിരുന്നു? അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജീസ് ആണ്. അതായത് കുട്ടികൾക്ക് അനുസരിച്ച് കണ്ടൻറ്റുകളും മറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയുടെ ആ ഒരു ടേമിനെ പറയുന്ന പേര് നിങ്ങൾ പഠിച്ചു നോക്കട്ടോ. അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി. അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഒരു പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് കണ്ടൻറ്റുകളാണ് തരിക. അപ്പോൾ നിങ്ങൾ ഏജ് നോക്കും, നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കും, നിങ്ങൾ ഇൻട്രസ്റ്റ് നോക്കും. അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആപ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. ആ ഒരു മെത്തേഡിനെ, ആ ഒരു ടെക്നോളജിയെ പറയുന്ന പേരാണ് അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി. മനസ്സിലാണല്ലോ? അപ്പോൾ നിങ്ങൾക്കനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നർത്ഥം. അപ്പോൾ ഇതാണ് 15 ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു മാർക്കിനനുസരിച്ചുള്ള ആൻസേഴ്സ് എഴുതിയാൽ മതി. വെറുതെ സമയം കളയരുത്. പക്ഷേ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് 2, 3 മാർക്കിന് അല്ലെങ്കിൽ 4, 15 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. കൂട്ടത്തിൽ എജൂമിയുടെ മെറ്റീരിയൽസ്, നോട്ട്സും മറ്റൊക്കെ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ആപ്പിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഈ ഒരു ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സിലെ മെറ്റീരിയൽസും ഷോർട്ട് നോട്ടുകളും ഒപ്പം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രണ്ടും ഫുൾ സോൾവ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും സോൾവ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആവും. ഫുൾ ക്വസ്റ്റ്യൻ, 1 വേർഡ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ 4 മാർക്കിൻ്റെത്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ
സോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഒപ്പം സിംപ്ലിഫൈഡ് നോട്ട്സ്, പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, PPTs എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ് വേണ്ടവർക്ക് ക്ലാസ്സും അവൈലബിൾ ആണ്. എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.